ബലിപെരുന്നാൾ ദിവസം നമുക്ക് സുന്നത്തായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, കുളിച്ച് സുഗന്ധമുപയോഗിച്ച് ഏറ്റവും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് പുറപ്പെടുക. ധാരാളമായി തക്ബീർ ചൊല്ലുക. ഒന്നും കഴിക്കാതെയാണ് ബലിപെരുന്നാളിന്റെ ദിവസം പുറപ്പെടൽ സുന്നത്ത്. എന്നാൽ പ്രമേഹ രോഗികൾ പോലെയുള്ള പ്രയാസപ്പെടുന്ന ആളുകൾ ആ ഒരു മര്യാദ പാലിച്ച് കഷ്ടപ്പെടേണ്ടതില്ല. ഈദ് മുസല്ലയിലേക്ക് നടക്കാനാകുമെങ്കിൽ അതാണ് ഉത്തമം. അങ്ങനെ സാധിക്കുമെങ്കിൽ മാത്രം. ഈദ് ഗാഹുകളാണ് പള്ളികളേക്കാൾ ശ്രേഷ്ഠകരമായത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പെരുന്നാൾ നിസ്കാരം അത് ഒഴിവാക്കരുത്. പെരുന്നാളിന്റെ ദിവസം ആളുകൾ പലരും ഉറങ്ങിയും കറങ്ങിയുമൊക്കെ ആ നിസ്കാരത്തെ അവഗണിക്കുന്ന പതിവുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർത്തവകാരികളായ സ്ത്രീകൾ പോലും അവർ നമസ്കാരം നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാത്രം വിട്ടുനിന്നുകൊണ്ട് ആ സന്തോഷഘട്ടത്തിൽ പങ്കെടുക്കട്ടെ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ബലികർമ്മ ശേഷം ആ ബലിയിറക്കുന്ന ആളുകൾക്ക് സാധ്യമാകുമെങ്കിൽ അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ആരംഭിക്കലാണ് പുണ്യകരം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആശംസകൾ നേരുന്ന വിഷയത്തിൽ നിങ്ങളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന രൂപത്തിലുള്ള പദങ്ങൾ കൊണ്ടുള്ള ആശംസകളാണ് നിർവഹിക്കേണ്ടത്. സ്വതക്കകൾ പ്രത്യേകിച്ച് പെരുന്നാളിന്റെ അന്ന് പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പോലും നിങ്ങൾ സ്വതക്ക ചെയ്യണമെന്ന് പെരുന്നാൾ ഖുത്ബയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ അതും പറയേണ്ടതില്ലല്ലോ. വഴി വ്യത്യാസം സ്വീകരിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അതായത് ഈദ്ഗാഹിലേക്ക് പോകുന്ന വഴി, അതേപോലെ തന്നെ തിരിച്ചു വരുന്ന വഴി, വ്യത്യസ്ത വഴികളിലൂടെ സാധ്യമാകുമെങ്കിൽ പോക്കും വരവും ആക്കി തീർക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ആഹ്ലാദവും സന്തോഷവുമൊക്കെ അനുവദനീയമായ നിലക്ക് നമ്മൾ പ്രകടമാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതേപോലെ വീട്ടിൽ മടങ്ങിയെത്തിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉലൂഹിയത്തിന്റെ കാര്യമാണ് പ്രധാനപ്പെട്ടത്. അന്നത്തെ ദിവസം ആ ദിവസത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതും ആ വിഷയത്തിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. സൗന്ദര്യത്തിന്റെയും അലങ്കാരം സ്വീകരിക്കുന്നതിന്റെയും ഭാഗമായി താടി വടിക്കാതിരിക്കുക എന്നുള്ളത് പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരുമാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.